പൂർണ്ണത്രേശ ശരണം. പരദേവതയുടെ ഉപാസനയെക്കുറിച്ച് ഇതിനു മുമ്പുള്ള വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്നതിനെക്കുറിച്ച് പറഞ്ഞു. എന്തുകൊണ്ടത് വേണം, അത് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നതുകൂടി നമുക്ക് നോക്കാം. വിതൗട്ട് എ ബേസ് വാട്ട് യു കൺസ്ട്രക്ട് ഇറ്റ് വിൽ ബി ഡിമോൾഷ്ഡ് എന്നാണ് വാക്ക്. എന്ന് പറഞ്ഞാൽ ഒരു അടിത്തറ ഇല്ലാത്തതായ എന്ത് കെട്ടിടം പണിത് കഴിഞ്ഞാലും അത് പൊളിച്ചു മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും, അല്ലെങ്കിൽ അത് തകർന്നു പോകുമെന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഒരു അടിത്തറ ഇല്ലാണ്ടുള്ള ഏത് വിധത്തിലുള്ള ഉപാസനയായാലും ആ ഉപാസന ഒന്നെങ്കിൽ നമ്മുടെ നാശത്തിലേക്കായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എത്തേണ്ട ലക്ഷ്യം നമുക്ക് എത്താൻ സാധിക്കാണ്ട് നമ്മൾ പകുതിയിൽ വഴിമുട്ടി നിൽക്കുക എന്നൊരവസ്ഥയിലേക്ക് എത്തും എന്ന് പറയും. നാമസ്മരണം, ഭജനം, കീർത്തനം, ജപം, തപം, ധ്യാനം, സമാധി എന്ന 7 കാര്യങ്ങളെക്കുറിച്ച് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞായിരുന്നു. നാമസ്മരണയും എന്ന് പറഞ്ഞാൽ ഒരു നാമത്തെ റിപ്പീറ്റായിട്ട് ഇങ്ങനെ പറഞ്ഞു പോവുക, ഭജന ഇരിക്കുക, കീർത്തനം, ഇതൊക്കെ സ്വാഭാവികമായിട്ട് സാധാരണ രീതിക്ക് നടത്തുന്നതാണ്. എന്നാൽ ജപം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ചിട്ടകളും വട്ടകളും മാറ്റം വരും. അതിൻ്റെ ചിട്ടാവട്ടം എന്ന് പറയുന്നത് തന്നെ ഒരു മന്ത്രോപാസന സമ്പ്രദായമാണ് പിന്നെ വരിക. അപ്പോൾ ഒരു മന്ത്രം സ്വീകരിച്ച് അത് സിദ്ധി വരുത്തി അത് ജപിച്ചു പോവുക എന്നതാണ്. അവിടെ പരദേവതയ്ക്ക് ഏറ്റവും വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഒരു പരമ്പര എന്ന് പറയണത് ഏതെങ്കിലും ഒരു മഹർഷിയുടെ പരമ്പരകളായിരിക്കാം പറയുക. അപ്പോൾ ആ സമ്പ്രദായം പറയുമ്പോൾ നമ്മൾ ഏത് ക്രിയ ചെയ്യുമ്പോഴും നമ്മൾ പറയാറുണ്ട് നമ്മുടെ പൂർവികരെ സ്മരിക്കുക എന്നത്. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മുത്തശ്ശന്മാർ മുതലുള്ള പൂർവികരായ അതിലേറ്റവും പുണ്യാത്മാക്കളായിട്ടുള്ള ആത്മാക്കൾ അല്ലെങ്കിൽ പിതൃക്കൾ, അവരുടെ അനുഗ്രഹമാണ് ഏറ്റവും വലുത്. അവരുപാസിച്ചിരുന്ന ഒരു ശക്തി പണ്ട് കാലത്ത് മുതൽ തലമുറകളായി ഉപാസിച്ച് വരുന്ന ഒരു ശക്തി, അതെന്നും നമുക്ക് കാവലായിട്ടിരിക്കണം എന്നതാണ്. അപ്പോൾ അതിനെ ഉപാസിക്കണത് ആദ്യത്തെ കാര്യം, അത് നിർബന്ധമാണ്. കാരണം അതാണ് നമ്മുടെ ബേസ്. അല്ലാണ്ട് നമ്മൾ എവിടെ പോയിട്ട് എത്ര കാശ് ചെലവ് ചെയ്തു എന്തൊക്കെ ചെയ്താലും സാധാരണ സ്ഥിതിക്ക് അതിനൊരു ഫലം കാണില്ല, അത് സത്യമാണ്. എന്നാൽ ജാതകപ്രകാരമോ അല്ലെങ്കിൽ ഗുരുമുഖേനോ മന്ത്രദീക്ഷ മേടിച്ച് വേറെ മന്ത്രോപാസന ചെയ്യാറുണ്ട് പലരും. എന്ന് പറഞ്ഞാൽ ആകാശാൽ പതിതം തോയം താം സാഗരമേവ ഗച്ഛതേ സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി എന്നാണ്. ഇവിടെ മഴ പെയ്താലും അത് ചാലായി ഒഴുകി കടലിൽ ചേരണ പോലെ തന്നെ ഏത് മന്ത്രോപാസന അല്ലെങ്കിൽ ഏത് ഉപാസനയായാലും അത് അവസാന പരബ്രഹ്മത്തിലേക്ക് ചേരാനുള്ളത് എന്ത് സത്യമാണ്. എന്നാൽ സാധാരണമായ നമുക്കൊക്കെ, ഞാനടക്കം കൂടണം എല്ലാവർക്കും, നമുക്ക് ഭൂമിയിൽ വരുമ്പോൾ ഭൂമിയിലായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും എല്ലാ നിയമങ്ങളും നമ്മൾ പാലിച്ചേ പറ്റൂ എന്നാണ് പറയാം. എളുപ്പത്തിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞാൽ പോലും അതിൻ്റെ ക്ലിഷ്ടതകൾ ഏറ്റവും വലുതായെന്നതാണ്. നമുക്ക് വൈരുദ്ധ്യം മാറിയിട്ട് ഏകാന്താഭിപ്രാ ഭൗതാവദന്തി എന്ന് പറഞ്ഞാൽ ഒന്നിനെ ഈ നമ്മുടെ ആത്മാവിലേക്ക് ആ ചൈതന്യത്തെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഭൗതിക ശരീരം, സൂക്ഷ്മ ശരീരം, മനസ്സും ആത്മാവും പിക്ചറൈസേഷനാണ് വേണ്ടത്. സൃഷ്ടിയുടെ ചൈതന്യം ബ്രഹ്മാവിലാണ്. ആ ബ്രഹ്മാവ് ചൈതന്യത്തെ എങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞാൽ കളർ കോമ്പിനേഷൻ ആയിട്ടാണ് പറയുന്നത്. റെയിൻബോ നമ്മൾ പറയാറുണ്ടല്ലോ, കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം, അതേപോലെയാണ്. അപ്പോൾ പിക്ചറൈസേഷൻ ആകുമ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് മനസ്സിലാവുക ഇതാണ് സാധനം. അല്ലെങ്കിൽ നമ്മൾ നീല, ചുവപ്പ്, കറുപ്പൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് കാണുമ്പോൾ എന്താണോ കാണുന്നത് അതാണ് നമ്മൾ പറയണത്. ഇത് കല്ലാണ്, ഇത് മരമാണ്, ഇത് ചെടിയാണ്, ഈ വെള്ളമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ. ആ തിരിച്ചറിവിനെ അല്ലെങ്കിൽ ആ കളർ കോമ്പിനേഷനെ നമുക്ക് മനസ്സിലാക്കുമ്പോഴാണല്ലോ അത് നമ്മുടെ ആത്മാവിലേക്ക് കൊള്ളുക. അതുപോലെ തന്നെ ഒരു ദൈവീകമായ സങ്കല്പം
ദ ഹോൾ വേൾഡ് ഈസ് ബേസ്ഡ് ഓൺ എനർജി. വാട്ട് എനർജി യു ആർ ഡീലിംഗ് വിത്ത്, ഇറ്റ്സ് ദ മാറ്റർ എന്നാണ്. ആ ദൈവിക സംബന്ധമായ ആ ചൈതന്യത്തെ നമ്മൾ ഏത് രീതിയിൽ മനസ്സിലാക്കുമോ ആ രീതിയിലേക്കാണ് നമ്മൾ നമ്മുടെ ചിന്തയിലേക്ക് എടുക്കുകയും നമ്മുടെ മനസ്സിലേക്ക് എടുക്കുകയും അതാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ആത്മാവിനെ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുക ഇന്നതാണ് എന്ന്. അത് ഉണർന്നു കഴിയുമ്പോഴാണ് നമ്മുടെ മൂലാധാരത്തിലിരിക്കുന്ന ചൈതന്യത്തിന് എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം ഉണ്ടാവുക. മൂലാധാരം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ പരദേവതയുടെ സ്ഥാനമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ പരദേവതനെ ഉപാസിക്കുക എന്ന് പറയുന്നത് മൂലാധാരത്തെ ഉപാസിക്കുക എന്നതാണ്. അവിടെ നിന്നാണ് നമുക്ക് മാർഗം തെളിയേണ്ടത് മുന്നോട്ടുള്ളത്. ആ പരദേവതയുടെ സാന്നിധ്യം നമുക്ക് എപ്പോഴുണ്ടെങ്കിലും നമ്മുടെ ഒരു വീഴ്ചയിൽ ഒരു താങ്ങായിട്ട് ഒരു ശക്തി നമ്മുടെ കൂടെ ഉണ്ടാവും എന്നതാണ്. എവിടെ പോകുമ്പോഴും ഇപ്പോൾ ജാതകപ്രകാരം നോക്കിക്കഴിഞ്ഞാൽ, ആസ്ട്രോ നോക്കിക്കഴിയുമ്പോൾ ജാതകം അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്രിയ ചെയ്യാൻ പോകുമ്പോഴും കർമ്മങ്ങൾ ചെയ്യാൻ പോകുമ്പോഴും നമ്മുടെ പരദേവതയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ആ ചൈതന്യത്തിനെ നമ്മൾ വഴങ്ങിയിട്ട് വേണം ബാക്കിയുള്ളത്. അത് ചെയ്യണ്ട എന്നല്ല, പക്ഷേ നമ്മുടെ ചെയ്യേണ്ട റൂട്ടായിട്ടുള്ള കാര്യം നമ്മളത് ഓർക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന വഴി നമ്മൾ മറന്നു പോകരുതെന്ന് പറയാറില്ലേ, അത് തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ വന്ന വഴി നമ്മുടെ ചൈതന്യത്തിൻ്റെ പ്രവാഹത്തിൻ്റെ സ്രോതസ്സായ ആ ഒരു ശക്തി, അതിന് നമ്മൾ വഴങ്ങുക എന്നതാണ്. അതിനെ വഴങ്ങിയെന്ന് വെച്ച് വലിയ അബദ്ധങ്ങളൊന്നും ഉണ്ടാവാറില്ല, ഉണ്ടാവാന്നുമില്ല. പലർക്കും തോന്നും ഞാനവിടെ പോകുന്നു, ഈ സ്ഥാനമാനങ്ങൾ മോഹിച്ചു കലഹിച്ചു നാണം കെട്ടു നടക്കുന്നതു ചിലർ, മതമത്സരം ചിന്തിച്ചു മതി കെട്ടു നടക്കുന്നു ചിലർ. ഇപ്പോൾ നമ്മുടെ കുഴപ്പം മനുഷ്യൻ്റെ ബുദ്ധിയുടെ കുഴപ്പമാണ്. നമുക്ക് എന്തെങ്കിലും കിട്ടി, അപ്പം നമ്മൾ വലിയൊരാളായി. അതുപോലെ തന്നെ ബാക്കിയുള്ളവരെ കാട്ടി ഞാൻ കുറച്ചും കൂടി ഫിനാൻഷ്യലി സെക്യൂർ ആയിക്കഴിഞ്ഞാൽ ഞാൻ എന്തോ വലിയ സംഭവം എന്നൊരു തോന്നൽ മനുഷ്യനെ വന്നു കഴിയുമ്പോൾ ഈ വന്ന വഴിയൊക്കെ മറക്കും. ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ളത് എന്നൊരു തോന്നൽ വരും. അവിടെയാണ് ആത്മാവിൻ്റെ അധപ്പതനം തുടങ്ങണത് തന്നെ. എന്ന് പറഞ്ഞാൽ ഞാൻ എന്നൊരു അഹന്ത ഉണ്ടല്ലോ, അവിടെ നിന്നാണ് നമ്മുടെ അധപ്പതനം. പരദേവതനെ ഉപാസിക്കുമ്പോൾ നമുക്കൊരു വഴി കാണിച്ചു തരും. എപ്പോഴൊക്കെയാണോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അഹങ്കാരം കയറി വരിക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയി എന്നൊരു തോന്നൽ വരിക, അപ്പോൾ നമുക്കൊരു വഴി കാണിച്ചു തരും. അതാ ഇവിടെ നിർത്തിക്കോളൂ എന്നത്. ഈ എല്ലാത്തിൻ്റെ അപ്പുറത്ത് പരദേവത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മാതൃസങ്കല്പമാണ്. നമ്മൾ വിളിച്ചാൽ വെളിപ്പുറത്ത് എത്തിപ്പെടുന്ന ഒരു ശക്തിയാണ്. മനസ്സറിഞ്ഞ് നമ്മുടെ കഷ്ടത്തിൽ നമ്മൾ നൊന്ത് വിളിച്ചാൽ അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവും. അത് യാതൊരുവിധ സംശയമില്ല. എപ്പോഴാണ് ഫലിക്കാത്തത് എന്ന് ചോദിച്ചാൽ, നമ്മളെ സംബന്ധിച്ച് മനുഷ്യൻ്റെ മനസ്സ് ഈ കുരങ്ങനെ പോലെ എന്നാണല്ലോ പറയുക, പലയിടത്തും ഓടി കളിക്കും. അപ്പം നമുക്ക് ഇവിടെ പോയാൽ ശരിയാവോ, അവിടെ പോയാൽ ശരിയാവോ, അത് ചെയ്താൽ ശരിയാവോ, ഇങ്ങനൊരു തോന്നലുണ്ട്. നമ്മളൊരു സ്ഥലത്ത് ഉറച്ചു നിന്നിട്ട് ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് ചെയ്ത് അതിന് ഫലം ഉണ്ടാവും, 100% റിസൾട്ട് ഉണ്ടാവും. നമ്മൾ കാത്തിരിക്കാൻ റെഡിയല്ല. ഈ ദൈവാധീനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കടയിൽ പോയിട്ട് മേടിക്കുന്ന സാധനം പോലെ അല്ലല്ലോ. അത് ആയി വരാൻ കാരണം ഓരോ വ്യക്തിയുടെ ജാതകം, ഓരോ വ്യക്തിയുടെ പുനർജന്മങ്ങളുടെ നന്മയും തിന്മയുടെ തോതുണ്ടാവും. അതൊക്കെ മറികടന്നിട്ട് വേണ്ടി ഇത് നമ്മുടെ അടുത്തേക്ക് എത്താൻ. ചിലവർക്ക് വേഗം ദൈവാധീനം കിട്ടിയിട്ടുണ്ടാവും, ചിലർക്ക് കുറേ താമസം ഉണ്ടായിരുന്നുണ്ടാവും. പക്ഷെ നമ്മളത് അവിടെ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് 100% റിസൾട്ട് ഉണ്ടാവും. സമയം വൈകിയാലും കുഴപ്പമില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് ദൈവാധീനമാണ്. വേറെ എന്ത് കിട്ടിയാലും ഒരു സുപ്രഭാതത്തിൽ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോവും. അതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ പരദേവതയുടെ ദൈവാധീനം അല്ലെങ്കിൽ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവുന്നത് ഏറ്റവും വലിയൊരു കാര്യം കൂടിയാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ പരദേവതനെ എങ്ങനെ
ഉപാസിക്കുക എന്ന് പറയുമ്പോൾ മന്ത്രദീക്ഷ മേടിച്ച് വലിയ രീതിക്ക് നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും കാലത്ത് നമ്മൾ ബെഡിൽ നിന്ന് എണീക്കുമ്പോൾ ഒന്ന് ഇരുന്ന് ആരാണോ ആ ദേവതയിൽ നിന്ന് സ്മരിക്കുക, എന്നിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതുപോലെ തന്നെ വൈകുന്നേരം നമ്മൾ കിടക്കണ മുമ്പേ ഒരു കുറച്ച് മിനിറ്റ്, ഒരു 5 മിനിറ്റോ ആ ദേവതനെ നമ്മളൊന്ന് സ്മരിച്ച് എന്നിട്ട് കിടക്കുക. ആ ദിവസത്തിൻ്റെ ഒരു 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ കുറഞ്ഞതൊരു 20 മിനിറ്റ് ആയാലും ആരാണോ നമ്മുടെ പരദേവത, നമുക്ക് പല ശ്ലോകങ്ങൾ, പല മന്ത്രങ്ങൾ, പല ദീക്ഷകളൊക്കെ ഉണ്ടാവാം, അതൊക്കെ കുഴപ്പമില്ല, അത് നല്ലതാണ്. മന്ത്രദീക്ഷ ഉണ്ടായിട്ട് മന്ത്രസിദ്ധിയുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ കഴിവുള്ള നല്ല നല്ല മനുഷ്യന്മാരുണ്ട്. അതിലൊക്കെ ഞാൻ വലിയൊന്നും പറയാനില്ല. നമ്മളൊക്കെ ഞാൻ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് പറയണത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ച് നേരമായാലും അവരെ സ്മരിക്കാൻ സാധിച്ചാൽ പൂർണ്ണമായ അനുഗ്രഹം അവരുടെ ഭാഗത്ത് നമുക്കുണ്ടാവും. എവിടേക്കോ നമ്മുടെ തട്ടുകളിൽ അല്ലെങ്കിൽ നമുക്ക് വരുന്ന പ്രശ്നങ്ങളിൽ അവർ നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായ താങ്ങായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. അതെപ്പോഴും 100% ഉറപ്പുള്ള കാര്യമാണ്, സത്യമാണ്. എപ്പോഴും ഓർത്തിരിക്കുക. അവൻ്റെ പരദേവതനെ പറ്റാവുന്നത് ജപിക്കുക. അറിയില്ല, പലർക്കും പരദേവത ആരാണ് എന്താണെന്ന് അറിയില്ല എന്നൊരു സംശയം പറയാറുണ്ട്. താല്പര്യമുള്ളവർ ആസ്ട്രോളജിനെ, ഏതെങ്കിലും നല്ലൊരു ആസ്ട്രോളജറിനെ കണ്ട് പരദേവതയുടെ സ്ഥാനം എവിടെ നിന്ന് കണ്ടെത്തുക, അത് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ അതും സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആരാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ദേവനോ ദേവിയോ അവരെ എന്നും ജപിക്കുക. ആ പരദേവതയുടെ സാന്നിധ്യം അവരിലുണ്ട് എന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവരിക, അങ്ങനെ ജപിക്കുക. അപ്പോൾ അതിൽ പൂർണ്ണത ഉണ്ടാവും. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. നമസ്കാരം.